ഈ കുഴൽപ്പണ ഇടപാടുണ്ടല്ലോ നമ്മൾ പറയുന്നത്, ഞാൻ ഇതുവരെ പറയാത്തൊരു കാര്യമാണ്. ഇപ്പൊ അങ്ങനെ വരിക, പിടിച്ച പൈസ കൊണ്ടാണ് പോവാണ്. 10 പിടിക്കുമ്പോൾ 2 റിപ്പോർട്ട്. ആ 2 തന്നെ അതിന്റെ പകുതി റിപ്പോർട്ട് പൈസയുള്ളൂ. ഇന്നലെ രാത്രി നിങ്ങൾ ഇരിക്കുന്ന ഈ ഹാളിലൊരു ജാഥക്കാളുണ്ട്. ഇതൊക്കെ ഈ ഇരിക്കുന്നിടത്ത് എന്താണ് ഒക്കെ കുഴൽപ്പണം, അവരെ പണം ഒരു തട്ടിയ കേസാണ്. ഞാൻ പറഞ്ഞ മുന്നിക്ക് വരണങ്ങൾ. ഇപ്പോ ഇന്ന് നിങ്ങൾ ടി വിയിൽ കണ്ടല്ലോ, ഏതോ ഒരു വാർത്തയിൽ കണ്ടു. ഇപ്പൊ ഞാൻ ആ സൈക്കിള് ഒന്നായിട്ട് വിഴുങ്ങിയ കേസ് പറഞ്ഞില്ലേ എയർപോർട്ടിൽ, കണ്ടോ? അപ്പൊ അതിലെന്താ പറഞ്ഞ, അവരുടെ വക്കീല് എന്താ പറഞ്ഞത്? ആ സ്ത്രീ ഇതിലൊന്നും പെട്ട സ്ത്രീയല്ല, അതുകൊണ്ട് അവർ ഈ സൈക്കിള് കൊടുത്തിട്ടില്ല. അവരെ പോലീസ് സ്റ്റേഷനിൽ മീഡിയ വണ്ണിൽ വന്നു അവരുടെ ഇന്റർവ്യൂ വക്കീലിന്. അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഇവരെ കൊണ്ടുപോയപ്പോൾ അവിടെ വേറെയും പാസഞ്ചേഴ്സ് ഉണ്ടായിരുന്നു. ആ ഒരു പെട്ടിയിൽ നിന്ന് ഒരു സൈക്കിൾ എടുത്തുകൊണ്ടാണ് അവർ കണ്ടിരുന്നത്. ആ സ്ത്രീയെ സംബന്ധിച്ച് നിവൃത്തിയില്ല, കാരണം അത് അക്നോളജ് ചെയ്ത് അതിന്റെ പേരിൽ കേസ് വരും എന്ന് പറഞ്ഞു കൊടുത്തോണ്ടാണ്. ഏതായാലും പഠിച്ചവൻ കാത്തു, സൈക്കിൾ കൊണ്ടുപോകണം അവർ കണ്ടിടുന്ന വക്കീൽ പറയുന്നുണ്ട്. അവർ പറഞ്ഞു ഈ സാധു സ്ത്രീ കൊടുന്നത് തന്നെയാണ്. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിപ്പോൾ ഇനിയിപ്പോൾ അന്വേഷണത്തിൽ തെളിയല്ലോ. അപ്പോൾ ഈ രീതിയിൽ ഇവര് ഈ തെളിവുകൾ വായിക്കാനുള്ള പല രീതിയിലുള്ള ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ പൊന്നാനി സഖാക്കളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, ആ സൈനബാനെ നിങ്ങൾ നോക്കണമെന്ന്. ഈ സ്ത്രീ പറഞ്ഞല്ലോ, ആദ്യത്തെ ദിവസം ഈ CI പീഡിപ്പിക്കുമ്പോൾ ആ സ്ത്രീ അവിടെ ഉണ്ടായിരുന്നു എന്ന്. എന്തായിരുന്നു CIന്റെ പേര്? വിനോദ്. കഷ്ടകാലത്തിന് നിലയം ചെല്ലുമ്പോൾ കോട്ടക്കൽ മൂപ്പരാണ് CI. നല്ല ബഹുമാന സ്നേഹമൊക്കെ ഉണ്ട് ഞാൻ വിളിച്ചപ്പോൾ. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇനി നിങ്ങൾക്ക് എന്താണ് ഇത് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ ചെയ്യാം. ഞാൻ ഇപ്പൊ ആവശ്യപ്പെട്ടു. അല്ല, അതൊന്നും എനിക്കറിയില്ല. ഒരാളായിട്ട് സംരക്ഷിക്കില്ല. ഇതൊരു ഭരണകൂടത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു സംഗതിയല്ലേ. ഈ സംഗതികൾ കൂടി ചെല്ലുമ്പം സ്വാഭാവികമായിട്ടും ഇത് സംഗതി സീരിയസ് ആവല്ലേ, വളരെ സീരിയസ് ആവില്ല. തമാശന്ന് വിടല്ലേ. എങ്ങോട്ടേക്കാണ് ഈ പോണത് ഈ നാട്? ആരാവര്? ഇനിയിപ്പോ ഈ പറയുന്ന, ഞാൻ പറയുന്നില്ല, കേന്ദ്രത്തിലെ ഉത്തരവാദിത്തപ്പെട്ടവര്, രാഹുൽ ഗാന്ധി അടക്കമുള്ളവര് അന്വേഷിക്കട്ടെ ചോർത്തിയ ഫോണുകള്. അതല്ല ഇവർക്ക് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. 3 ചില്ലാനം കൊല്ലം ഒരു IPS ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ പച്ചയായി ഇങ്ങനെ കൊള്ള നടത്തി സ്വർണം കവർന്നു പോണെങ്കിൽ എന്താ അവരുടെ ധൈര്യം? ഇങ്ങനെ പബ്ലിക്കായിട്ട് നടന്നിട്ട് എവിടെയായിരുന്നു ഈ ഇന്റലിജൻസ്? 1 ദിവസം 2 ദിവസം 6 മാസവുമല്ല, 3 കൊല്ലം ഉത്തരവാദിത്തം പറ്റുമോ? കൊണ്ടോട്ടി അങ്ങാടിയിലെ കടല വറുക്കുന്നവൻ പറയും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ. അത്ര പബ്ലിക്കായിട്ടായി നടന്നിരുന്നത്. ആരും ചോദിക്കാനും പറയാനില്ല. ഇവിടെ ഒന്നും സംഭവിക്കൂല. ഈ കൊണ്ടുവരുന്ന കാരിയർമാരെയും അവരെ ബന്ധപ്പെട്ടവരുടെയും രാത്രി വീടുകളിൽ പോയി മുട്ടുക. ഡാൻസ് ഓഫ് സ്ത്രീകളുടെ മക്കൾ ഇതിൽ കുടുങ്ങിയത്. സ്ത്രീകൾക്ക് ഒക്കെ കുടുംബിനികളായി ജീവിക്കുക, പുറത്ത് വരാൻ കഴിയുന്നില്ല. രാത്രി വീടിന്റെ മുകളിൽ, ടെറസിന്റെ മുകളിൽ കയറിയിട്ട് വാട്ടർ ടാങ്ക് പൂട്ടുക. കേട്ടിട്ടുണ്ടോ നിങ്ങൾ എവിടെയെങ്കിലും? എന്നിട്ട് വെള്ളം കഴിഞ്ഞെങ്കിൽ അത് നോക്കാൻ വരുമോ? എന്താ പറയുക ഉദ്ദേശം? എത്ര കുടുംബങ്ങളിൽ ഇവരുടെ ഈ സെക്സ് ചാറ്റുകൾ, വേണ്ടാത്ത വീഡിയോകൾ സ്ത്രീകൾക്ക് അയച്ചു കൊടുക്കുക. മാന്യമായി ജീവിക്കുന്ന കുടുംബങ്ങൾ. ഇത് നിങ്ങൾ വിചാരിക്കുന്നിടത്തല്ല ഇവര്. അത്ര വലിയൊരു ക്രിമിനൽ സംഘത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്, ഒരു പാരലൽ ഈ സംഘത്തെ. നിങ്ങൾ പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് പ്ലീസ്. നോ പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ, നോ ആൻസർ ഫോർ പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ. അത് നിങ്ങൾ ഇനി, ഞാൻ സ്വതന്ത്രനാണ്, ഞാൻ ചെറിയ രാഷ്ട്രീയക്കാരനാണ്, രാഷ്ട്രീയ ലോലും ഇല്ലാത്തവരൊക്കെ എൻ്റെ കൂടെയാണ്. ബേസിക് ഞാനൊരു സഖാവാണ്. അതുകൊണ്ട്
ഞാൻ കാരണം അതിലേക്ക് ഇത് പോകാൻ ഞാനില്ല. നിങ്ങൾ അൻവർ പിൻവാങ്ങിന്നോ മാളത്തിൽ ഒളിച്ചെന്നോ എന്ത് വേണമെങ്കിൽ എഴുതിക്കോ, അതിലേക്ക് ഞാനില്ല. ആരെങ്കിലും പിന്തുണ ഇല്ലാതെ പൊന്നാര സുഹൃത്തുക്കൾ ഇത് നടക്കുമോ? ഈ കോലത്തിലുള്ള തമ്മാടിത്തം, ഗുണ്ടായിസം, ആരാ അവന്റെ സംരക്ഷകൻ? പരിശോധിക്കപ്പെടണ്ടേ? അല്ലെ സൂചന കോമൺ സെൻസ് പോരെ ഏറ്റവും ആശയ ഒരു കുരുക്കാൻ നോക്കുന്ന ഉറപ്പല്ലേ? ഒരു പല സ്ഥലത്തും പോകുന്നുണ്ട്. ഇപ്പോൾ പഴയ എന്താ പറയുക 1993 95 മനാഫ് കൊലക്കേസ് അടക്കം എൻ്റെ ജീവചരിത്രം ഒരു ക്രോഡീകരിച്ചിട്ട് വലിയൊരു സിനിമ വരാൻ പോകുന്ന പോലത്തിൽ വരാൻ നിൽക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? വരട്ടെ. അല്ല, കാരണം ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഞാൻ നല്ലവനാണ് എന്ന് നിങ്ങൾ എഴുതണ്ടെന്ന് പറഞ്ഞതാ. എനിക്ക് ആ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല. അതുണ്ടെങ്കിലേ ഞാൻ പേടിക്കേണ്ടേ ഉള്ളൂ. അപ്പം അതൊരു സിനിമ പോലെ വരാൻ പോകുന്ന പല സ്ഥലത്തും ഇവർ അന്വേഷണം നടക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ അറിയുന്നുണ്ട്. വരട്ടെന്ന്. എന്നെ നിങ്ങൾ നോക്കണ്ട, ഞാൻ പറയുന്ന കാര്യം എന്താണെന്ന് നോക്കിയാൽ മതി. അല്ലല്ല, MLA ഒന്നും കുരുക്കിയിട്ട് അപ്പോൾ അതൊന്നും ഓൻ കുരുക്കിയിട്ടൊന്നും കുരുങ്ങില്ല. മനസ്സിലായില്ലേ? ആളുകൾ നിയമത്തിന്റെ എല്ലാ സീമകളും ലംഘിക്കാറുണ്ടല്ലോ ചില ഘട്ടത്തിൽ. അവിടത്തേക്ക് അവരെത്തിക്കാഞ്ഞാൽ മതി. അത്രേ ഉള്ളൂ എനിക്കതിൽ പറയാം. അതായത് സർക്കാരിന് അനുകൂലമായി വരേണ്ട സംഗതികളെ തീർത്തും പ്രതികൂല, അതിലൊക്കെ RSSനെ സഹായിക്കാനാണ്. ഇപ്പൊ ഈ ഞാനിവിടെ പറയാൻ പോകുന്ന, പുറത്തുവിടാൻ പോകുന്ന കേസുകളുടെ പരിശോധനയിൽ ഇവർ അട്ടിമറിക്കപ്പെട്ട കേസ് പരിശോധിച്ചാൽ അത് മുഴുവൻ RSSനെ സഹായിക്കാനാണ്. അതാണ് അതിൽ വേറെ രസം. അപ്പൊ അത് പച്ചയായ സംഗതിയല്ലേ? ഇല്ല, വേണ്ട. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിരീക്ഷണത്തിൽ വളരെ സത്യസന്ധരായ ഓഫീസർമാരോട് നമുക്കറിയാം. IPSകാരും അല്ലാത്തവരുമായ ഏത് മടയിൽ പോയും ആ സത്യം കണ്ടെത്താൻ ശേഷിയുള്ളവരുണ്ടെന്ന് എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. അത്തരത്തിലുള്ള ടീമുകൾ വരട്ടെ. നല്ല വനിത, ഇപ്പൊ പറയാം, ഈ 10 കൊല്ലം 15 കൊല്ലം പഴക്കല്ലോലല്ല പറയുന്നത്, പുതിയ ടീമുകൾ വനിതവരുണ്ടെങ്കിൽ അവർ ആ ഒരു സത്യസന്ധമായ ആ ജോബിൽ പ്രവേശിക്കുന്നുണ്ടാവുക, ആ ഇൻവെസ്റ്റിഗേഷൻ മൂഡിലാരും വരിക. അങ്ങനത്തെ ഉദ്യോഗസ്ഥർ വരട്ടെ. അതിനൊന്നും ഈ ചങ്ങാതിയൊക്കെ സ്ഥലം ഇരുന്നിട്ട് ഈ പണിയൊന്നും നടക്കൂല.